ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുത്തൂറ്റ് ഫിനാൻസിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുത്തൂറ്റ് ഫിനാൻസിന്റെയും ദി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നേത്ര പരിശോധന ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. എറണാകുളം റീജിയണൽ മാനേജർ വിനോദ് കുമാർ KS സ്വാഗതം ആശംസിച്ചു. പിന്നെ നമ്മുടെ ഇന്ന് ഇവിടെ മുത്തൂറ്റ് ഫിനാൻസിന്റെ പള്ളുരുത്തി ബ്രാഞ്ചിൽ വെച്ച് നടത്തുന്ന ഈ ഐ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു പ്രഗത്ഭരായിട്ടുള്ള ഒരു നേത്ര ചികിത്സ ഒരു കേന്ദ്രമാണ് ഐ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എനിക്ക് വളരെ നേരത്തെ അറിയാം. കോയമ്പത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഐ ഫൗണ്ടേഷനാണ്. നമ്മുടെ എറണാകുളത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ കണ്ണുമ്പട പാർക്കിന് തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അപ്പൊ അവരുടെ സേവനങ്ങൾ എന്ന് പറയുന്നത് ഈ നേത്ര ചികിത്സാ രംഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്കറിയാം നമ്മളുടെ ഒരു മനുഷ്യന്റെ ഒരു ശരീരഘടന എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും പഞ്ചേന്ദ്രിയകൾ എന്നൊക്കെ പറയും. അതിന് ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയം എന്ന് പറയുന്നതാണ് നമ്മുടെ നേത്രം എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ പറയുന്നത് സർവേന്ദ്രിയാണ് നയനം പ്രധാനം എന്ന് പറയുന്നത്. അപ്പൊ നയനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളിന്ന് മുത്തൂറ്റ് ഫിനാൻസ് പള്ളുരുത്തി ബ്രാഞ്ചിൽ ഞങ്ങളുടേതായിട്ടുള്ള വിലപ്പെട്ട കസ്റ്റമേഴ്സിനും അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികൾക്കും അതിന്റെ ഒരു സേവനം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രയോജനം ഈ ഇവിടുത്തെ എല്ലാ പ്രദേശത്തുള്ള എല്ലാവർക്കും ലഭ്യമാകണം. അതോടൊപ്പം തന്നെ ഈ ഐ ഫൗണ്ടേഷന്റെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മളെ ഇപ്പം ഇവിടെ പരിശോധിക്കപ്പെടുന്ന എല്ലാവർക്കും അതിന്റേതായിട്ടുള്ള ഒരു വിവിധങ്ങളായിട്ടുള്ള ഡിസ്കൗണ്ടുകൾ വരെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കൗൺസിലർ അഡ്വക്കേറ്റ് PS ബിജു ഉദ്ഘാടനം ചെയ്തു. സഹായത്തോടുകൂടി നേത്ര പരിശോധന ക്യാമ്പും അതിന്റെ അനുബന്ധമായുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിലിത് ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ റീജിയണൽ മാനേജർ പറഞ്ഞൊരു കാര്യം നമ്മുടെ നേത്ര അതിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു. ഞാനതിൽ വ്യക്തിപരമായി അതിൽ വളരെ അവഗണന കാണിച്ച് അത്ര വേണ്ടത്ര കെയർ ശരീരത്തിന്റെ പൊതുവിൽ ആരോഗ്യകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കാണിക്കാതിരിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്. നേത്ര മേഖലയിൽ കണ്ണിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, 2 കണ്ണുണ്ടല്ലോണ്ട് അങ്ങനെ പോകാറുണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഗ്ലൂക്കോമ പിടിച്ചാണെന്ന് അറിയില്ലായിരുന്നു. ഗ്ലൂക്കോമ വന്ന് അറിയില്ലായിരുന്നു. അപ്പൊ എനിക്കതേപോലെ പിന്നീട് ഒരു ഘട്ടത്തിൽ നമ്മളൊരു ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ടപ്പോഴാണ് ഇത് പരിശോധിച്ച് കൂടുതൽ ഡീറ്റെയിൽ പരിശോധന നടത്തി ഇപ്പൊ എല്ലാ ദിവസവും കണ്ണിൽ വരുന്നുണ്ട്. ഇനി ഒരു ദിവസം വൈകാൻ വീണ്ടും കാഴ്ച കുറയും. അപ്പോൾ വലിയ ശ്രദ്ധ വേണ്ട ഒരു മേഖലയാണ് നമ്മുടെ ആരോഗ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കണ്ണ്. കണ്ണിന്റെ പരിശോധനയിൽ സംരക്ഷണത്തിൽ പരിപാലനത്തിൽ ഒക്കെ വലിയ ശ്രദ്ധ വേണ്ടതാണ്. ഗായകൻ പ്രദീപ് പള്ളുരുത്തി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിന്റെ സുകന്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളിൽ ഒന്നായ കണ്ണിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ആ കണ്ണിനെ പരിപോഷിപ്പിക്കാനും കണ്ണിനെ സൂക്ഷിക്കാനുമുള്ള നമ്മുടെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണം. പണ്ട് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ കാഴ്ച അറിയും, അല്ലെ? കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ കാഴ്ച അറിയുന്നു. അപ്പൊ അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച അറിയുന്ന അവസ്ഥ, അത് കണ്ണിന്റെ കാഴ്ച കൂടുതൽ നന്നാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും വരണം. നമ്മുടെ കണ്ണുകൾ നല്ലത് കാണാനും നല്ലത് കേൾക്കാനും ഒക്കെയുള്ള അവസ്ഥ ഉണ്ടാവണം. നമ്മുടെ കണ്ണിന്റെ മുന്നിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മുടെ കണ്ണാണ് നമുക്ക് നമ്മുടെ സെൻസ് തരുന്നത്. കാരണം തലച്ചോറിലേക്ക് നമുക്ക് ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നല്ല വിവേകം ഉണ്ടാവുന്നത്. പല കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുത്തൂറ്റ് ഫൈനാൻസ് പള്ളുരുത്തി ബ്രാഞ്ച് പ്രതിനിധി രഞ്ജിത്ത് KR നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി.